എന്തേലും വാഴ വെക്കാനൊക്കെ അല്ലേ? വാളയാ ഇങ്ങയാ? എന്തേ? ഇങ്ങ പുളിയ മരം നിറയെ പോടலாம். പുളിമരോ? എന്നാത്തിനാ? 10-20 കൊല്ലം കഴിഞ്ഞിട്ട് പുളി പറിക്കാനല്ല ഇവിടെ ഈ സ്ഥലം വാങ്ങിയത്. വാഴ വെക്കണമെന്നാ തണ്ണി വേണമല്ലേ? തണ്ണി ഉണ്ടല്ലോ. தண்ணி இருக்கு ஷாப்பில் சாயந்தரம் சாப்பிடுறதுக்கு. இங்க தண்ணியும் இல்ல கிண்ணியும் இல்ல ஒண்ணுமே இல்ல. താനൊന്ന് ചുമ്മാരി. ഇവിടെ എവിടെ ഒരു ഉറവയുണ്ട്. அம்மா இங்க உறவை இல்ல. இருந்திருக்கல, அது எப்பவோ காஞ்சி போயிருக்கு. எனக்கு தெரியுமே. இங்க நெல்லு தேங்காய் இதெல்லாம் காய வைக்கிறதுக்கு நல்ல இடம். ஆகாண்டோ அங்க தண்ணி இருக்கு. ஆனா அது வேற இடம். தண்ணி கொடுக்க மாட்டேன். இங்க இல்ல அங்க இல்ல எங்கேயுமே தண்ணி இல்ல. இந்த இடம் வேற ஆளுக்கு வித்துட்டு அப்படியே போக வேண்டியது தானே. வேற வழி இல்லைங்க. ഇത് 2500 രൂപയുണ്ട്. അതുകൊണ്ട് എന്നാ ആവാനാ? കിണർ പണി തുടങ്ങാൻ ഇത് പോരായോ? തുടങ്ങിയിട്ട് ഇച്ചിരി സ്വർണ്ണമുള്ളതങ്ങ് വിൽക്കാം. അവിടെയുള്ളതെല്ലാം വിറ്റച്ചല്ലേ ഇങ്ങ് പോന്നത്. ഇനി അപ്പച്ചൻ ഒരു പൈസ തരികയില്ല. നിന്റെ അപ്പച്ചൻ ചെയ്തു വെച്ച പണിയത്. എന്നാ കൃഷി ചെയ്യാൻ അങ്ങനെ നമ്മളിങ്ങോട്ട് പറഞ്ഞു വിട്ട്? വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിലോട്ട്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? ആ സ്ഥലം എങ്ങനെയെങ്കിലും മെനയാക്കി വല്ല കൃഷിയും ചെയ്താലേ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഒക്കൂ. നീ എന്നാ ഈ പറയുന്നേ? കൃഷി ചെയ്യണേ വെള്ളം വേണം, വെള്ളം വേണേ കിണർ ഒഴിക്കണം, കിണർ ഒഴിക്കണേ 10,000 രൂപ വേണം. ചുമ്മാ ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. പറഞ്ഞെഴുതു മോനെ. 2 1s are 2, 2 2s are 4, 2 3s are 6. ഒരു നിവൃത്തിയില്ല. എന്തോ അത്? എന്തോ അതെന്ന്? അത് വെള്ളമില്ലാന്നറിഞ്ഞപ്പം മനസ്സ് ചത്തു. നീ ഒച്ച വയ്ക്കണ്ട, ചെറുക്കൻ കേൾക്കും. കുറച്ച് ബ്രാണ്ടിയാ. നിങ്ങൾ ഈ കുടിയും ചീട്ടുകളിൽ കൊണ്ടാ നമ്മൾ ഈ സ്ഥിതിയിലായത്. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് വാക്ക് തന്നല്ലേ? അല്ല, അതിപ്പോ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. மாமா மாமா என்னடா? கீழே வாங்க. என்ன? கீழே வாங்க. போச்சு மாமா, எல்லாமே போச்சு. என்ன? அவங்க கிணறு வெட்டுறாங்க மாமா. அதாவது அவன் குழி வெட்டுது, பொண்டாட்டி மணல் எடுக்குது, அந்த ஒல்லி பொண்ணு இல்ல அவள் உதவி பண்றது, யாரையுமே வேலைக்கு வைக்கல. வேலைக்கு வைக்கலையா? ஏன்? கூலி கொடுக்கறதுக்கு அவர்கிட்ட பணம் இல்லையா? எடா மட பயலே, அறிவு இருக்கடா அவனுக்கு? கூலி தேவையில்லாத சொல்ல வேண்டியதானே. அப்ப நான் சாப்பிடுறது கூலி நானே கொடுப்பேன்டா. வேலை அங்கே கூலி இங்க, ஒண்ணுமே புரியல மாமா. கழுதே சொல்லுங்க மாமா. நீ அவங்க கூட வேணும், அப்போதான் அவங்க பிளான் என்னன்னு புரியும். அப்பதான் அவங்களை இங்க இருந்து ஓட வைக்கிறதுக்கு என்னென்ன பண்ணணும் நமக்கு புரியும். போய் வேலை கேட்கடா. கூலிய தேவையில்லைன்னு சொல்லடா. ഞങ്ങളുടെ വീട്ടിലെ കിണറിന് ഒരു 10-15 പോലെ താഴ്ച വരും. ഇത് 15-ലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ അപ്പം തന്നെ ഒന്ന് കുളിക്കേണ്ടി വരും. കണ്ടോ ആനി, എന്നാ പറഞ്ഞാലും ഒടുവിൽ എന്റെ അപ്പനാ തെറി. അയ്യേ,
നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ. കഴുകാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ. ഞങ്ങൾക്കാണേല് ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും. നീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാത്തിനാ? ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു? അവസാനം കൂലി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അത് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്തോളാം. അപ്പോഴേ വിശക്കുന്നില്ലേ? ഞാൻ പോയി കഞ്ഞി എടുത്തേച്ച് വരാം. ഓ അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാ മതി. അത് സമയം നഷ്ടമാ. ഞാൻ പോയിട്ട് ഷടേ നിങ്ങൾ വന്നേക്കാം. നല്ല മനുഷ്യപ്പറ്റുള്ള കൊച്ച. ഇതിനോട് കർത്താവ് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്നാ പറ്റി? ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമല്ല. 7 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ. മരിച്ചോ? ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ, അതിൽ മുങ്ങി മരിച്ചു ഒരു മഴക്കാലത്ത്. അതിന് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ശവം പോലും കിട്ടിയില്ലെന്ന്. ഞാനും ശ്രദ്ധിച്ച രണ്ടിന്റെ മുഖത്തൊരു സങ്കടഭാവം. സംഗതി ഇപ്പഴാ വിളിയിട്ടുണ്ട്. ഓ എവിടെന്ന്? ചുമ്മാ ഒരു വിശ്രമത്തിന് കയറിയതാ. എന്നാ ഇനി കഞ്ഞി കുടിച്ചിട്ടാവാം. ഞാൻ വീടെത്തിയില്ല. അപ്പോഴേക്കും വല്യമ്മച്ചി ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞങ്ങൾ വന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇതൊക്കെ എന്തോന്ന് ബുദ്ധിമുട്ട്. ആവതുണ്ടായിരുന്നെങ്കിലേ ഞാനും ഇറങ്ങിയേനെ മണ്ണ് കോരാൻ. ആ വെള്ളം അങ്ങോട്ട് കൈ കഴുകട്ടെ. കുറച്ചു കാലമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരിടത്ത് ഇരിപ്പല്ലേ. നിങ്ങൾ വന്നേ പിന്നീട് എന്തോ ഒരു ഉത്സാഹം. ഇവളുടെ അപ്പച്ചനും അമ്മച്ചനും ഇതുപോലെ രാപ്പകല് ജോലി ചെയ്യും. അപ്പൊ കഞ്ഞിയും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ഞാനാ കുടിക്കേല. വിളിച്ചാ ഇതാ വരുന്നു അമ്മച്ചിന്ന് പറഞ്ഞു. പിന്നെയും കളക്കും 2 മണിക്കൂർ. പോയില്ലേ, എല്ലാം പോയില്ലേ. വല്യമ്മച്ചി കരച്ചിൽ മതിയാക്കി കഞ്ഞി വിളമ്പിക്കേ. കരച്ചിൽ വന്നാ പിന്നെ കൂലി தேவையில்லை. நம்ம எல்லாம் மனித ஜாதி. மனிதருக்கு உதவி பண்றது மனித கடமை. அந்த மலையாளத்தா இங்க வந்து 6 ஏக்கர் சுழு வேலையில புடுங்கியாச்சு. நான் விடமாட்டேன். நான் நினைச்சேன் வீட்டுக்கு போனேன், ஜங்ஷனுக்கு போனேன், முனியம்மா வீட்டுக்கு போனேன். கடைசியில நான் நினைச்ச மாதிரி இங்கே கிடைச்சேன். என்னாச்சு சொல்லுடா. எல்லாமே நம்ம ஆசைப்படியே நடந்துட்டு இருக்கு. எல்லாம் விவரமா சொல்றேன். நான் கொஞ்சம் உட்காரட்டுமா? ஏதாவது சாப்பிடலாம். உதச்சிடுவேன் கழுதை. நான் யார் உனக்கு? நான் கல்லு கேட்கல மாமா. சொல்லட்டுமா? சரி வா வெளியே. ஆசைப்படி என்ன? அது ஒரே தமாஷா போச்சு மாமா. கிணறு வெட்டினேன். கடைசியில பார்த்தா அடியில ஒரே கல்லு, அசக்க முடியாத கல்லு. கடவுள் கூட இருக்கடா. அப்புறம் என்ன பண்ண போறீங்க? அங்க எல்லாரும் சேர்ந்து ஒரே ஆலோசனை. கடைசியில நாளைக்கு இந்த வெடிமருந்து போட்டு கல்லு வெடிக்க போறாங்க. അടുത്തോട്ട് പോണ്ട. തീ അണഞ്ഞു സൂക്ഷിച്ച്. അല്ല ഇതാണോ മറവത്തൂര്? இல்லைங்க, இது சேத்துமலை. ഇല്ലേ?
ഇതാന്നോ മറവത്തൂര്? ഇതിന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂര് കഴിഞ്ഞു. മറവത്തൂരത്തുള്ള ഞാൻ പറയാം. മലയാളിയാന്നല്ലേ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത്. അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിനെ അറിയോ? എന്റെ അനിയച്ചാരാ. ആണോ? പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. അവന് നിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? കാലൊടിഞ്ഞെന്ന് വെച്ചാ കാലൊടിഞ്ഞു. എന്ന് മാത്രമാണെന്ന് നോക്കിയാലേ അറിയാൻ പോളൂ. ആള് കിടക്കും. മറവത്തൂർ എത്തിയല്ലേ? എത്തിയാ പറയാന്ന് പറഞ്ഞില്ലേ? പറയണേ, മറക്കരുത്. എന്നാ ഒന്നുമില്ല. അവിടെ 17 രൂപ തന്നില്ല. നിങ്ങളോട് തന്നെ. ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത്? ഓശാരം ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. പതുക്കെ പറയണോ. കാശ് വെച്ചിട്ട് പോടും. തന്നെ ഞാൻ ബ്രഹ്മാടുത്തം കാണിച്ചോണ്ടല്ലോ. കാണിച്ചാ നീ എന്തിയാടാ? നിന്റെ ചായക്കട നീ ശരിക്കും അറിയുന്നുണ്ട്. ആവശ്യമുള്ളല്ല. ശരി, ഇതാണ് മറവത്തൂര്. ചേട്ടാ, നമ്മുടെ മൈക്കിളിന്റെ വീട് ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് ഇവിടെ. നിനക്ക് കാശുകളല്ലേ? എത്ര ഒന്ന് പോയി. നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പോയാൽ മതി. കുഞ്ഞെടുക്ക അല്ല, നിങ്ങളൊക്കെ ആരാ? അടിച്ച് മൂക്ക് വരത്തുകളെ. ചാടിച്ചാനായിരുന്നോ? ഇത് ഏതാടി ഏസത്തുകള്? അല്ല, നിങ്ങൾ എവിടാ താമസിക്കുന്നേ? മേളിലച്ചായ എനിക്ക് പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാര വല്യമ്മച്ചി. ആണോ? ഞാനും പെണ്ണും പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കൻ എവിടെ പെണ്ണേ? കിടക്കുക. ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ, കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ, വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ, നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോളൂ. എടാ കുഞ്ഞർക്ക, ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലാന്നോ കാല്? ശരി, ഇച്ചായം പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുക. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു ഫർളങ് അങ്ങോട്ട് പോയൊരു പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ, എന്നാ പിന്നെ പുഴയിൽ തന്നെ ആയിക്കോട്ടെ. ഓ, എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ, ആര് പുറപ്പെടാനാ? ഇച്ചായം കുളിയഞ്ഞങ്ങൾ വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ, നിനക്കറിയാലോ ചായനെ. പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് പോകും. ആ, നീ ചായന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അയ്യോ,
കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെല്ലാം മുട്ടയോ കോഴിയിറച്ചി ഇല്ലയോടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലോടി? ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ, എങ്കി പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ, കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലയോടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യം ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടി ചായൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടി ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. അയാളാണ്. ആന്നോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്കപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ചാമ്പിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചായൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ട. എന്നെ ചോദിച്ചേ, ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലിന്ന്. ഏയ്, അത് ചാണ്ടിച്ചായനായിരിക്കത്തില്ല. എന്ന് ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടതാ. മൂക്കറ്റം തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം.